അല്ല, തീർച്ചയായിട്ടും സർക്കാരിന്റെ പരിപാടിയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉയർന്നപ്പോൾ അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനകത്ത് വസ്തുതയില്ലെന്നും അത് ഉദ്യോഗസ്ഥന്മാരുടെ അമിതമായ എന്താ പറയുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തിടുക്കപ്പെട്ട ഒരു നടപടിയാണെന്നുള്ള വസ്തുതകൾ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും ഇടുക്കിയിൽ ചെറുതോണി നടക്കുന്ന സർക്കാർ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു എന്നത് വളരെ സ്വാഗതാർഹമാണ്. കേരളത്തിലെ പൊതുജനം അതിനെ ഏറ്റവും കൂടുതൽ കൈയടിയോടെ അംഗീകരിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് പ്രിവിലേജും സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് പരിഗണന ഇല്ലാതെ കണ്ട് അവരെ തെരഞ്ഞു പിടിച്ച് ചില ഉദ്യോഗസ്ഥന്മാർ ദ്രോഹിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഈ വേടനെ അറസ്റ്റ് ചെയ്ത് 2 ദിവസം ലോക്കപ്പിലിട്ട് അവസാനം കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിച്ചത്. കോടതിയുടെ നിരീക്ഷണമാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത്. സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട 1 ഗ്രാം 1.6 ഗ്രാം കഞ്ചാവ്, അത് 11 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ റൂമിൽ നിന്ന് പിടിക്കുമ്പോഴാണ് ഈ ചെറിയ നേരിയ അളവിലുള്ള ഒരു കഞ്ചാവ് പിടിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല, അത് ആരുടെ കയ്യിലാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനെ വേട്ടയാടി പിടിക്കുകയും അദ്ദേഹത്തിന്റെ പുലിനകം ഉണ്ടെന്നുള്ള തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നെന്നും അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതെന്നും പരസ്യമായിട്ട് മാധ്യമങ്ങളോട് വിവരിച്ച് ആ ചെറുപ്പക്കാരന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് യുവതലമുറയുടെ മുമ്പിൽ ഒരു വലിയൊരു മോട്ടിവേറ്റർ ആയിട്ട് വലിയ രീതിയിൽ തന്നെ യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുന്ന വേടൻ എന്ന് പറയുന്ന ആ ഗായകനെയും ആ ഡാൻസറെയും അദ്ദേഹത്തിനെ വേട്ടയാടുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് കോടതി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കഴുത്തിലടിഞ്ഞിരുന്ന ആ പുലി പല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വസ്തു ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം പോലും തെളിയിക്കാതെ അദ്ദേഹത്തിനെ പീഡിപ്പിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളതിനും കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം അതിനെതിരെ പ്രതികരിച്ചു. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ ചിന്തകരും അതിനോട് ശക്തമായ രീതിയിൽ വിയോജിച്ച് പ്രകടിപ്പിച്ചു. ആ അറസ്റ്റിനോട് മുഖ്യമന്ത്രി തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചു. ഫോറസ്റ്റ് മന്ത്രി അത് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള MP-മാർ പോലും അതിൽ നിന്നും വളരെ വേടന് അനുകൂലമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു. ചാനൽ ചർച്ചകളിൽ ഇപ്പൊ ഞങ്ങളെ പോലുള്ള എല്ലാ നിലപാടുകളെടുത്തു. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തേർവാഴ്ചകൾക്കുള്ള കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. കേരളം വ്യത്യസ്തമാണെന്നും ഇതുപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ ഒരു ഐക്കണായിട്ട് ഉയർന്നു വന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന യുവ ഗായകനും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അദ്ദേഹം തന്നെ എഴുതുന്നത്. എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു പ്രത്യേകത, നമ്മുടെ കറുത്ത വർഗ്ഗക്കാരനായി ഭൂമി ജനിച്ച് ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഹരമായി മാറിയ മൈക്കിൾ ജാക്സനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ ആൽബങ്ങളും, പ്രത്യേകിച്ച് ഡേഞ്ചറസ് പോലുള്ള ആൽബങ്ങളിൽ അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട കറുത്ത വിഭാഗത്തിൽപ്പെട്ട കൊച്ചുകുട്ടികളോടും ആ സ്ട്രീറ്റിലൊക്കെ പോയി പാടി ലോകത്തിന്റെ ഹരമായി മാറിയ റാപ്പ് സംഗീതത്തിന് പുതിയൊരു തരംഗമുണ്ടാക്കിയ മൈക്കിൾ ജാക്സന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് വേടൻ. അത് തന്നെയല്ല, താന് ചെറുപ്രായത്തിൽ ജനിച്ചു വളർന്ന തൃശ്ശൂരെ ഒരു റെയിൽവേ കോണലിൽ നിന്നും അദ്ദേഹം നേരിട്ട അവഗണനകളും തന്റെ സുഹൃത്തുക്കൾ തന്റെ നിറം കണ്ടും തന്റെ സമുദായം കണ്ടും വേടൻ എന്ന് വിളിച്ചപ്പോൾ ആ വേടൻ എന്നുള്ള പേര് തന്നെ സ്വീകരിച്ച് അദ്ദേഹം കേരളത്തിന്റെ കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ ഒരു തരംഗമായി മാറുകയും ചെയ്തു. തന്നെയുമല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ നീചമായ പ്രവൃത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ കഴിവും ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതൊക്കെ ചെയ്ത തെറ്റ് ന്യായീകരിക്കേണ്ട ഒരു അവസരമാകുമോ? കാരണം അദ്ദേഹം തന്നെ, ഈ വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത 6 ഗ്രാം കഞ്ചാവ് അത് സത്യമല്ലാതാകുന്നില്ലല്ലോ. ഈ കഴിവും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്ത തെറ്റ് ന്യായീകരിക്കാനുള്ള ഒരു അവസരമാണോ? അല്ല, അതാണ് ആ ചെറുപ്പക്കാരന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇവിടെ കഞ്ചാവ് കയ്യിൽ പിടിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ആനക്കൊമ്പ് സൂക്ഷിച്ചതിന്റെ പേരിൽ നിയമ നടപടിയിലേക്ക് പോവുകയും എന്നാൽ അവരെ പരിരക്ഷിക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ നാടകങ്ങളും ഒടുവിൽ കോടതിയിലെ കർശനമായ നിലപാടിൽ 1-ാം പ്രതിസ്ഥാനത്തിരിക്കുന്ന മോഹൻലാലിനെ പോലുള്ളവർക്ക് നൽകിയ പരിഗണന സ്വാഭാവികമായിട്ട് അർഹതപ്പെട്ടാണ്. കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞു, താൻ മദ്യപിക്കാറുണ്ട്, താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, താൻ അതിൽ നിന്ന് മാറും, താൻ ചെയ്ത് തെറ്റാണ് എന്ന് ഏറ്റുപറഞ്ഞ് സമൂഹത്തിനോട് പശ്ചാത്തലം എടുപ്പിച്ച ചെറുപ്പക്കാരെ നമ്മൾ അംഗീകരിക്കണം. കാരണം തെറ്റിയാത്തവരാരായി ഭൂമിയിലുള്ളത്. തെറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തില് ഈ പറയുന്ന 2 തരം പൗരന്മാരെ വാർത്തെടുക്കുന്ന സമീപനം ശരിയാണോ? അതാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചുള്ളത് തെറ്റുപറ്റി ഏറ്റു പറഞ്ഞു. താൻ ചെറുപ്പക്കാർക്ക് ഐക്കണായിട്ട് ഒരു റോൾ മോഡലായിട്ട് മാറേണ്ട ആളാണ്. താൻ ആ രീതിയിലുള്ള പ്രചരണങ്ങളാണ് വേദിയിൽ നടത്തുന്നത്. പക്ഷെ താൻ തന്നെ ഇതിന് ഉപയോഗിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി, ഇനി അതിൽ നിന്ന് മാറാൻ ശ്രമിക്കും, താൻ മാറുമെന്ന് പറഞ്ഞപ്പോൾ ആ മാറ്റത്തിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഒരു സർക്കാർ, പ്രത്യേകിച്ച് പുരോഗമന രാഷ്ട്രീയയുടെ ഒരു ഗവൺമെന്റ് എടുത്ത നിലപാട്. തന്നിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കൊപ്പം അല്ലെ ആ സമൂഹത്തിനൊപ്പം ഉള്ള ഒരു രാഷ്ട്രീയമാണ് വേടൻ തന്റെ വേദികളിലൂടെയും തന്റെ അഭിമുഖങ്ങളിലൂടെയും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അത് തന്നെയുമല്ല, അതൊരു വിഭാഗത്തിനെ മാത്രമല്ല സ്വാധീനിച്ചു, കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ അദ്ദേഹം സ്വാധീനിച്ചു. കേരളം അത്രയ്ക്ക് ഉയർന്നു ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. ഇതുപോലുള്ളവർക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ്.
അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അത് അവിടെയാണ് വേടൻ എന്ന് പറയുന്ന ആള് വേറിട്ട് നിൽക്കുന്നത്, വ്യത്യസ്തനായി നിൽക്കുന്നത്. അത് അംഗീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സർക്കാർ വേദിയിലേക്ക് തനിക്ക് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ റദ്ദാക്കപ്പെട്ട പരിപാടിയിലേക്ക് സർക്കാർ തന്നെ ക്ഷണിച്ച് അദ്ദേഹത്തിനെ എത്തിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഗവൺമെന്റ് നൽകുന്ന സന്ദേശം അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അവിടെയാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്നത് വ്യത്യസ്തനായ ഒരാൾ. ഇവിടെ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണ്. അത് തന്നെയല്ല, ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി തന്നെ കറുത്ത ഭാഷയിൽ വിമർശിച്ചില്ലേ. ഈ വേടനെ വേടനെ അനുകൂലിക്കാത്ത ഒരൊറ്റ ആളും കേരളത്തിൽ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം വേടൻ നൽകിയ മെസ്സേജ് ഉള്ളതാണ്. നിസ്സഹായനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഇവരൊരു കോമാളിയെ പോലെ തന്നെ തൃശ്ശൂർ ഈ പുലിനകം എന്ന് വിശേഷിക്കപ്പെടുന്ന അല്ലെ പുലിപ്പല്ലെന്ന് വിശേഷിക്കപ്പെടുന്ന അതിൽ വെള്ളി കിട്ടാൻ എനിക്ക് കൊടുത്ത ഒരു ചെറിയൊരു പാവപ്പെട്ട ജൂവലറിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിച്ചില്ല, വീട്ടിലേക്ക് എത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്, അവർക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റിയല്ല, പാവങ്ങളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനൊന്ന് കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത സമയത്ത് വെറും പാവപ്പെട്ട വീട്ടിലൊരു പയ്യൻ. അപ്പൊ അങ്ങനെയുള്ളവരെ ഉയർത്തിക്കൊണ്ട് വന്ന് കേരള പൊതുസമൂഹത്തിൽ ഇവരെ പോലുള്ളവരൊക്കെ നമ്മൾ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഈ കേരള സമൂഹം ആർജിച്ചെടുത്ത സാംസ്കാരിക പുരോഗമന ആശയങ്ങൾക്ക് അടിത്തറവാകുന്ന നമ്മൾ നേടിയെടുത്ത വിശ്വാസങ്ങളും നമ്മൾ നേടിയെടുത്ത വലിയ രീതിയിലുള്ള സാംസ്കാരിക മുന്നേറ്റത്തിനും അതിനെ ഒരിക്കൽ കൂടി അവസാനത്തെ ഒരു വാക്കായിട്ട് നമുക്ക് വേടനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേടനെ പൂർണ്ണ പിന്തുണ. ചെറുപ്പക്കാരനായ യുവാവ് ഇനിയും തരംഗങ്ങളായി മാറട്ടെ. രാജ്യാന്തര തലങ്ങളിൽ പോലും കേരളത്തിന്റെ ഒരു ഐക്കണായി ഒരു മോഡലായി അദ്ദേഹം വളർന്നു വരട്ടെ. അതിന് വേദികളിലേക്ക് അദ്ദേഹം പറന്നു തന്നെ പോട്ടെ എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷെ അവിടെയും ഒരു ചോദ്യമുണ്ടല്ലോ. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ കഞ്ചാവുമായി ബന്ധപ്പെട്ട നേരത്തെയും പലരെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷെ നാളെയും പലരെയും പിടിക്കപ്പെട്ടേക്കാം. ആ ഒരു സമയത്തൊക്കെ ഈ ഒരു വിഷയം, അതായത് വേടനെ ചേർത്ത് നിർത്തിയതുപോലെ അവരെ ചേർത്ത് നിർത്തേണ്ടതല്ലേ എന്ന ഒരു ചോദ്യം ഉയർന്നാൽ അവിടെ എന്തുത്തരമാകും സർക്കാരിന് നൽകാനാവുക? അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടില്ലേ? അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദിവസം ഈ ഗവൺമെന്റ് ലഹരി മരുന്നുകൾക്കെതിരെ ഈ പറയുന്ന മയക്കുമരുന്ന്, കഞ്ചാവ് പോലെയുള്ള, അതുപോലെ MDMA പോലെയുള്ള ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾക്കെതിരെ സർക്കാരിന്റെ തിരിക്കുന്ന നിലപാടുണ്ട്. കഴിഞ്ഞ കുറെ ആളുകളായിട്ട് തന്നെ ഗവൺമെന്റ് അതിനുവേണ്ടി തന്നെ വലിയൊരു ക്യാമ്പയിൻ, ഒരു നിയമ നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു വ്യക്തിയും ഇത് സൂക്ഷിച്ചിട്ടുണ്ട് അവരെ അടുത്ത് പോയി അവരെ കസ്റ്റഡിയിലെടുത്ത് മറ്റൊരു വ്യത്യാസമില്ല അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നത് ഗവൺമെന്റാ. ഇപ്പൊ ആനക്കൊമ്പ് പിടിക്കുന്നത് 2013 അന്നുകൂടെ ആരാ ഭരിച്ചിരുന്നത്? സംസ്ഥാന സർക്കാരായിട്ട് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മോഹൻലാൽ കിട്ടിയ പരിഗണന എത്രത്തോളാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇനിയും ഒരാളെ കഞ്ചാവിൽ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ മഹത്വവൽക്കരിക്കപ്പെടുന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം കഞ്ചാവുമായിട്ട് കഞ്ചാവോ മയക്കുമരുന്ന് പോലെയുള്ള നിരോധിത വസ്തുക്കൾ, ലഹരി വസ്തുക്കളുമായിട്ട് ആരെ പിടിച്ചാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇദ്ദേഹത്തിനെ ആ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു. പക്ഷെ ആ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിന് പുലിനഖം എന്ന് പറയുന്ന പുലി വേട്ട നടത്തിയെന്നൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. അദ്ദേഹത്തിനെ പരസ്യമായിട്ട് ഇതിനെ ഉദ്യോഗസ്ഥന്മാരെ ആഘോഷിച്ചു മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചു. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. മാധ്യമങ്ങളിലൂടെ തന്നെ ഇവർ പറഞ്ഞ വാർത്ത അനുസരിച്ച് ആ ചെറുപ്പക്കാരനെ ഒരു വലിയ വിഭാഗം തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ അതിന് വസ്തുത ഇതായിരുന്നു. കോടതിക്ക് പോലും ബോധ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു അറസ്റ്റ് മയക്കുമരുന്ന് മരുന്നിന്റെ പേരിലല്ല അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത്. അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ കഞ്ചാവിന്റെ പേരിൽ ശേഷം ജാമ്യം കൊടുത്തു. അതിനുശേഷമാണ് ഈ പറയുന്ന തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു വേണമെന്നും പറഞ്ഞുകൊണ്ട് അവകാശം ഉന്നയിച്ചുകൊണ്ട് ഫോറസ്റ്റുകാർ പറന്നിറങ്ങി ഇദ്ദേഹത്തിനെ മാത്രം ചൂണ്ടിയെടുത്തുകൊണ്ട് ജയിലിലിടുകയും അതിനുശേഷം അദ്ദേഹത്തിന് നാട്ടിലുടനീളം പ്രദർശിപ്പിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ യുവാവിന്റെ പേരിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഉദ്യോഗസ്ഥന്മാര് നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്ത് അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ തക്കതായ ശിക്ഷ കൊടുക്കണം. നമ്മുടെ ഒരു കഥയോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതായത് കഥയല്ല, യാഥാർത്ഥ്യമല്ല. ലോകം ഏറ്റവും കൂടുതൽ വിറകളിച്ചൊരു കൊലപാതകമാണ് അമേരിക്കയിലെ ജോർജ് ലോയിഡ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസുകാർ കഴുത്തിൽ മുട്ടുകാലിൽ അമർത്തി അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അമേരിക്കൻ കോടതി ആജീവനാന്ത തടവ കൊടുത്തിരിക്കുന്ന, പരോൾ പോലും കിട്ടാണ്ട് മരണം വരെയുള്ള ശിക്ഷ കൊടുത്തിരിക്കുന്ന, അതുപോലെ ഇതുപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രത്യേക പരിഗണന പോലും നൽകാതെ പ്രത്യേക പരിഗണന മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഇവരെ പോലുള്ളവരെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത വിഷയത്തിൽ അദ്ദേഹത്തിനെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ വിഷയത്തിലല്ല അദ്ദേഹത്തിനെ ഇവർ ആഘോഷിച്ചത്. അതായത് വ്യാജമായ ഒരു ആരോപണത്തിന്റെ പേരിലാണ്, ഈ പുലിനഖത്തിന്റെ പേരിലാണ്. അവിടാണ് എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ വ്യത്യസ്തത ഇരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.